Hi dear friends, once again welcome back to Public Finance. In the last session, you studied the similarities between public finance and private finance. Today, we move on to the dissimilarities between private finance and public finance. Welcome to this session. Okay, dissimilarities between public and private finance. The private individual has to adjust his expenditure to his income. That is, his expenditure is being determined by his income. But on the other hand, the government first determines its expenditure and then the ways and means to raise the necessary revenue to meet the expenditure. ഓക്കെ, ഈ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫിനാൻസിലും, പ്രൈവറ്റ് ഫിനാൻസ് ആയാലും പബ്ലിക് ഫിനാൻസിലായാലും, പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഹാസ് ടു അഡ്ജസ്റ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ടു ഹിസ് ഇൻകം. ഓക്കെ, ഏതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഇൻകം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് എക്സ്പെൻഡിച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻകം കുറവായ ഒരാൾ അതിനനുസരിച്ചിട്ട് കൺസംഷൻ നടത്തുകയും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചർ നടത്തുകയും ചെയ്യുന്നു. ദെൻ ഇൻകം കൂടുതലായിട്ടുള്ള ആളുകൾ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് വരുത്തി വയ്ക്കുന്നു. ഓക്കെ, അതേസമയം ഗവൺമെൻറ് ഫിനാൻസ് ഓർ പബ്ലിക് ഫിനാൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് ദ ഗവൺമെൻറ് ഫസ്റ്റ് ഡിറ്റർമിൻസ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമ്മൾ ബഡ്ജറ്റ് അനാലിസിസൊക്കെ നടത്തുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് പ്ലാൻഡ് റവന്യൂ അല്ലേ. അവിടെ പ്ലാൻഡ് ആണ്, അവിടെ എങ്ങനെയാണ് എത്ര ഒരു വർഷത്തേക്ക് എത്ര ചിലവുണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ചിലവുകൾ എത്രയാണ് എന്നുള്ളത് കണക്കാക്കാൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഫിനാൻസിലൂടെ നടത്തുന്നത്. സോ government first determines the expenditure and then weighs and means raise the necessary revenue to meet the expenditure. അപ്പോൾ ഈ ഒരു പോയിന്റ് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ഇൻകത്തിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ നടത്തുന്നു. ദെൻ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്പെൻഡിച്ചർ ഫിക്സ് ചെയ്യുകയും ദെൻ അതിനാവശ്യമായിട്ടുള്ള ഇൻകം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിസിമിലാരിറ്റി, that is, the government has large sources of revenue than private individual. Thus, the time of financial difficulties, the state can raise internal loans from its citizens as well as external loans from foreign countries. In the case of private individual, all borrowings are external in nature. Okay, government has a large source of revenue than private individuals. That is the next difference. ഓക്കെ, ഗവൺമെൻറ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, ഒരു പബ്ലിക് ഫിനാൻസ് എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ഫണ്ട് വളരെ പെട്ടെന്ന് തന്നെ എന്താണ് കണ്ടെത്താനായിട്ട് സാധിക്കും. ദർ ഇസ് ലാർജ് സോഴ്സ് അല്ലേ, അതായത് മറ്റുള്ള എക്സ്റ്റേണലായിട്ടും മറ്റുള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്നൊക്കെ കടമെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. Okay, to meet their expenditure. But in the case of this private finance, all borrowings are external in nature അല്ലേ. എല്ലാ ബോറോയിങ്സും എന്താണ്, അവർ കടമെടുക്കുന്നത് മുഴുവൻ എന്താണ് മറ്റുള്ളവരിൽ നിന്നായിരിക്കും. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ. അപ്പോൾ ദിസ് ഈസ് എ ഡിഫറൻസ്. Government has a large source of revenue, but the private individual has limited source. Okay, the next, the state when hard pressed can resort to printing of currency as an additional source of revenue. In fact, during emergencies like war, it means its increased financial obligations by printing new currency. But as an individual cannot raise income by creating money. That is the another difference. ഓക്കെ, ഒരു ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വലിയ ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസിയൊക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഈ വാർ ടൈമിലൊക്കെയാണ് അല്ലേ, യുദ്ധം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ഫിനാൻഷ്യൽ എമർജൻസിയൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്താണ്, ദേ പ്രിൻറ്റ് ന്യൂ കറൻസീസ്. ഓക്കെ, അപ്പോൾ പുതിയ കറൻസീസ് പ്രിൻറ്റ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള അസറ്റ് റിസർവ് ബാങ്കിന് നൽകിയിട്ടാണ് പുതിയ കറൻസി പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രിൻറ്റിങ് നടത്തുക വഴി എന്താണ്, ഗവൺമെൻറ്റിന് കൂടുതൽ റവന്യൂ കണ്ടെത്താനായിട്ട് സാധിക്കും. ബട്ട് ആൻ ഇൻഡിവിജ്വൽ കനോട്ട് റൈസ് ഇൻകം ബൈ ക്രിയേറ്റിംഗ് മണി. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഒന്നുകിൽ ഇൻകത്തിൽ നിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ കടമെടുത്തുകൊണ്ടോ മാത്രമാണ് അവരുടെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും പണം അച്ചടിച്ചിട്ട് ഇൻഡിവിജ്വൽസിന് പണം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇവിടെ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. എമർജൻസി വരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് പണം പുതുതായിട്ട് അച്ചടിച്ചിറക്കാൻ സാധിക്കും. ബട്ട്
private individuals cannot print the money. Okay. The next, the state prepares its budget or estimates its income and expenditure annually, but there is no such limitation for an individual. It may be for weekly, monthly or annually. ഓക്കെ, ഒരു ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് ബഡ്ജറ്റ് ഒരു വർഷത്തേക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അല്ലേ. ബട്ട് ദർ ഈസ് നോ സച്ച് ലിമിറ്റേഷൻ ഫോർ ഇൻഡിവിജ്വൽ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് സച്ച് എ ലിമിറ്റേഷൻ. സോ ദാറ്റ് ഇറ്റ് മേ ബി ഫോർ വീക്ക്ലി, മന്ത്ലി ഓർ ആനുവലി. അല്ലേ, നമ്മൾ പെട്ടെന്ന് ഒരു കടക്കാരനാണെങ്കിൽ പോലും, ഒരു സാധാരണ ഒരു ചെറുകിട വ്യവസായി ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പണപ്പെട്ടി തുറന്നു ഇടുന്നതായിട്ട് കാണാൻ സാധിക്കും അല്ലേ. അതിനുള്ള കാരണം എന്താ? ദേ വാണ്ട്സ് ടു അനലൈസ് ദ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലേ. അതായത് എത്ര വരുമാനം ഉണ്ടായി, എത്ര ചിലവുണ്ടായി എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതായിട്ട് വരും. സോ ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്, നോ സച്ച് ലിമിറ്റേഷൻ ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ അവിടെ ഈ ഗവൺമെൻറ് ഈ ഒരു ഡിഫറൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്ര മാത്രമാണ്. ഗവൺമെൻറ് ഒരു വർഷത്തേക്കായിട്ട് വരവും ചിലവും കണക്കാക്കിക്കൊണ്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ബട്ട് ഇൻഡിവിജ്വൽസ് ഡസ് നോട്ട് മേക്ക് ഇറ്റ് ഇൻ 1 year. It may be for weekly, monthly or annually. A surplus budget. Next dissimilarity ആയിട്ട് വരുന്നത്, a surplus budget is always good for private individual, but surplus budgets may not be good for the government. It implies two things. The government is levying more taxes on the people than is necessary, and the government is not spending as much as the welfare of the people as it should. ഓക്കെ, അവിടെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാണ് അല്ലേ. അതായത് അയാൾക്ക് ലാഭം പരമാവധി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ളൊരു മാറ്റമാണ്. ബട്ട് സർപ്ലസ് ബഡ്ജറ്റ് ഈസ് മേ നോട്ട് ഗുഡ് ഫോർ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് സർപ്ലസ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയുള്ള ജനങ്ങളുടെ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ ജനങ്ങൾ നൽകുന്ന പണത്തിൻ്റെ അളവിൽ വർധനവ് ഉണ്ടായി എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ബി ഗുഡ് ഫോർ ദ ഗവൺമെൻറ്. ഇറ്റ് ഇംപ്ലൈസ് ടു തിങ്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ലെവിങ് മോർ ടാക്സസ് ഓൺ ദ പീപ്പിൾ ദാൻ നെസസറി അല്ലേ. ആവശ്യത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ടാക്സ് ജനങ്ങളിൽ നിന്ന് ചുമത്തുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് സർപ്ലസ് ബഡ്ജറ്റ് കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ദ ഗവൺമെൻറ് ഈസ് നോട്ട് സ്പെൻഡിങ് ആസ് മച്ച് ആസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആസ് ഇറ്റ് ഷുഡ് അല്ലേ. അതായത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെൽഫെയർ ആക്ടിവിറ്റീസ് ഗവൺമെൻറ് നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സർപ്ലസ് ബഡ്ജറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്ലസ് ബഡ്ജറ്റ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അതായത് ഗവൺമെൻറ് ജനങ്ങളിലേക്ക് ചിലവാക്കുന്ന തുകയും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന റവന്യൂ അതെന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then next, the individual and state also differ in their motives regarding expenditure. The individuals hanker after profit. Their business operations are guided by private profit motive, but the state expenditure is guided by the welfare motive. Okay, that is the next important difference between this private and public finance. അതായത് ഒരു ബിസിനസ് ഓപ്പറേഷൻ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓപ്പറേഷൻസ് ആർ ഗൈഡഡ് ബൈ ദ പ്രൈവറ്റ് പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ. അതായത് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഫോർ ദ ലാഭം പരമാവധിയാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. ബട്ട് സ്റ്റേറ്റ്സ് ഓർ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗൈഡഡ് ബൈ ദ വെൽഫെയർ മോട്ടീവ്. ഗവൺമെൻറ് നടത്തുന്ന ചിലവുകൾ എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് അനദർ ഡിഫറൻസ്. Then the private individual spends his income on various items in such a manner as to secure equimarginal utilities from them. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദ ഗവൺമെൻറ് ഓൺ ദ കോൺട്രറി ഡസ് നോട്ട് ഗിവ് ആസ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദിസ് ലോ ആസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഡസ്. Modern governments sometimes incur certain types of expenditure from which there do not derive any advantage, but they do incur this expenditure to satisfy certain sections of the കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ
പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം ദേ വാണ്ട്സ് ടു സെക്യൂർ മാർജിനൽ യൂട്ടിലിറ്റീസ്, മാക്സിമം യൂട്ടിലിറ്റീസ് എല്ലാ കൺസംഷനിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻഡിച്ചറിൽ നിന്നും നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ലക്ഷ്യമിടുന്നത്. ബട്ട് ദ ഗവൺമെൻറ് ഡസ് നോട്ട്. ഗവൺമെൻറ് ഒരിക്കലും എന്താണ് ഒരു തരത്തിലുള്ള റിട്ടേണും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ തരത്തിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഫിനാൻസ്. The next difference, individuals always seek quick returns. They save only a small amount of future and spend more to satisfy their current needs. Individuals tend to think more on present as they are did in the long run. Similarly, they seldom spend if it does not yield any money income. On the other hand, state has a long-term perspective of its expenditure. It does not care only for immediate benefit. State spends on projects having long gestation period. The burden of taxation is borne by the present generation in the interest of long-run welfare of the community. Similarly, sometimes government may have to spend on schemes which may not yield any money income at all. Okay, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റിൽ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽസ് ഏറ്റവും മുൻതൂക്കം നൽകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഷോർട്ട് റൺ പ്രോഫിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? അതായത് ലോങ് റൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഷോർട്ട് റൺ ആയിട്ട് എത്ര ലാഭമുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഇൻഡിവിജ്വൽസ് ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. അതേസമയം ഈ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്? അത് ഭാവിയിലേക്കായിരിക്കും, അല്ലെ? ലോങ് റൺ എഫക്റ്റ് നിലനിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അവിടെ പുതുതായിട്ട് ഗവൺമെൻറ് പണിതു എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ കൊണ്ട് ഭാവിയിൽ കുറേയധികം ഡെവലപ്മെൻറ്റ്സൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ഗവൺമെൻറ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭാവിയിലുള്ള ജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടും. അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം അപ്പാടെ നിർത്തിവെച്ച് വേറെ സ്ഥലത്തേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്. ഹോസ്പിറ്റൽസ് ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ ദർ ഹാസ് എ ലോങ് ടേം എഫക്റ്റ് ഓൺ ദ ഗവൺമെൻറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതേസമയം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആവുന്ന സമയത്ത് ഇറ്റ് സീക്സ് ടു റിട്ടേൺ ഫ്രം ഇറ്റ് സീക്സ് ക്വിക്ക് റിട്ടേൺ. ദേ സേവ് ഓൺലി സ്മാൾ എമൗണ്ട് ഓഫ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ അതായത് കുറച്ച് മാത്രമാണ് ഭാവിയിലേക്ക് എടുത്തു വയ്ക്കുന്നുള്ളൂ. ക്വിക്ക് റിട്ടേൺസ് ആണ് ഈ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് പ്രതീക്ഷിക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് പോയിൻറ്റ്. The next dissimilarity is an individual's spending policy has very little impact on society as a whole, but the state can change the nature of an economy through its fiscal policies. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽ സ്പെൻഡിങ്, ഒരു വ്യക്തി സ്പെൻഡിങ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ലിറ്റിൽ ഇമ്പാക്റ്റ് ഓൺ ദി സൊസൈറ്റി, അല്ലേ? ഒരു സൊസൈറ്റിയിൽ ചെറിയ ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബട്ട് ദ സ്റ്റേറ്റ്, ഗവൺമെൻറ് നടത്തുന്ന ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് നടത്തുന്ന എഫക്റ്റ്, ഇപ്പോൾ ടാക്സ് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ പെൻഷൻസ് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മുഴുവനായിട്ടും ആ ഒരു എക്കണോമിയിൽ ഹോൾ എഫക്റ്റ് കാണാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ നടത്തുന്ന എക്സ്പെൻഡിച്ചറിന് ചെറിയ എഫക്റ്റ്, ചെറിയ ഒരു കണിക മാത്രം, ചിലപ്പോൾ ഒരു ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ സ്റ്റേറ്റ് ഇറ്റ് ഹാസ് എ ചേഞ്ച് ഇൻ larger effect. Okay, change the nature of an economy through its fiscal policies. Okay, that is the another difference. Then the next dissimilarity between this private and public finance is the pattern of expenditure in the case of private finance is often influenced by customs, habits, social status, etc. The pattern of government expenditure is guided by the general economic policy followed by the government. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസസിൽ അവരുടെ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? അയാളുടെ കസ്റ്റംസ്, അല്ലേ? കൾച്ചർ, അതുപോലെ തന്നെ എന്താണ് ഹാബിറ്റ്സ്, സോഷ്യൽ സ്റ്റാറ്റസ്, എക്സെട്ര. ഇതൊക്കെയാണ് അവരുടെ എക്സ്പെൻഡിച്ചർ ഫിനാൻസ് അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ദ പാറ്റേൺ ഓഫ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗൈഡഡ് ബൈ ദ ജനറൽ എക്കണോമിക് പോളിസി ഫോളോഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ജനറൽ പോളിസി, ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു എക്സ്പെൻഡിച്ചറൊക്കെ നടത്തുന്നുണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. The next is private finance is always secret affair.
Individual need not reveal their financial transactions to anyone except for filing tax returns. But public finance is an open affair. Government budget is widely discussed in the parliament and outsides. Public accountability is an important feature of public finance. അതാണ് ദാറ്റ് ഈസ് ദ അനദർ ഡിഫറൻസ്. പ്രൈവറ്റ് ഫിനാൻസും പബ്ലിക് ഫിനാൻസും തമ്മിലുള്ള അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് സീക്രട്ട്. പ്രൈവറ്റ് ഫിനാൻസ് ഈസ് ഓൾവേസ് സീക്രട്ട് അല്ലേ. അതൊരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അവർ മറ്റുള്ളവരുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവാറില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് പബ്ലിക് ഫിനാൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ അഫെയർ. നമ്മൾക്കറിയാൻ സാധിക്കും ഒരു ബഡ്ജറ്റ് സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് അത് എല്ലാ മേഖലയിലെയും അത് ഡിസ്കസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കുറേ കാലത്തേക്ക് അത് നടത്താറുണ്ട്. ഓക്കെ, എവിടേക്ക് ഏതൊക്കെ മേഖലയിലേക്ക് ഗുണം ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മേഖലയിലേക്ക് ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടും. സോ ഇറ്റ് ഈസ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് പബ്ലിക് ഫിനാൻസ്. എല്ലാവർക്കും അത് ആക്സസിബിൾ ആണ് അതിൻ്റെ വിവരങ്ങൾ അല്ലേ. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഫിനാൻസ്. The next difference, individuals can plan to postpone their private expenditure, but the state cannot afford to put off vital expenditures like defense, famine, relief, etc. ഈ ഒരു ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ നാളത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾക്ക് ബഡ്ജറ്റിലെ ചേഞ്ചസൊക്കെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഇൻഡിവിജ്വൽസിന് മാറ്റാൻ സാധിക്കും. ബട്ട് ദ സ്റ്റേറ്റ് കനോട്ട് അഫോർഡ് ടു പുട്ട് ഓഫ് വൈറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലേ. നമ്മളുടെ രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള ചില ചിലവുകളുണ്ട് അല്ലേ. ഡിഫൻസ്, അതുപോലെ തന്നെ ഫാമിൻ റിലീഫ്, അതുപോലെ തന്നെ ഹെൽത്ത് സെക്ടർ, ഇതൊക്കെ എപ്പോഴും നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു എക്കണോമിയിൽ വെൽഫെയർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കുറേയധികം പ്രശ്നങ്ങൾ എക്കണോമിയെ നേരിടും. അപ്പോൾ ഇതൊക്കെ വൈറ്റൽ എക്സ്പെൻഡിച്ചേഴ്സാണ് ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും നടത്തേണ്ടുന്ന എക്സ്പെൻഡിച്ചർ. അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരിക്കലും മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. സോ ഫ്രെഡറിക് ഷിറാസ് സേസ് ദാറ്റ് കമ്പൽസറി ക്യാരക്ടർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് feature of public finance. Okay, it is not a future, it is feature, FEATURE, feature of a public finance. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കമ്പൽസറി ക്യാരക്ടർ എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ബട്ട് ഇൻഡിവിജ്വലിൻ്റെ ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി, ദേ ക്യാൻ പോസ്റ്റ്പോൺ ദെയർ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. That is all about the similarities between this private finance and public finance. ഓക്കെ, അപ്പോൾ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. താങ്ക് യു.